അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചൂടോടെ നമ്മുടെ വർക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. സൊമാറ്റോ വർക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിന്ന് ഏകദേശം ഇന്ന് നമ്മൾ സാധാരണ പോകുന്ന പോലല്ല, നമ്മൾ കുറച്ച് വേഗതയിലാണ് നമ്മൾ പോകുന്നത്. വളരെ സ്പീഡൊന്നുമില്ല, 50 km/h എന്നുള്ള സ്പീഡിലാണ് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഹോൺ അടിച്ചിട്ടില്ലെങ്കിൽ ഈ വണ്ടിക്കാരധികവും ഈ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് വണ്ടിക്കാരധികവും പോകുന്നത്. അതുകൊണ്ട് ബൈക്കാർക്ക് വളരെ ഡേഞ്ചറാണ്. ഹലോ ഗായ്സ്, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സൊമാറ്റോൻ്റെ ഏകദേശം ഞാൻ 110ാമത്തെ ഓർഡറാണ് ഇന്ന്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 110 ഫുഡ് സെർവ് ചെയ്തു. ഫുഡ് ഉണ്ടാക്കുന്നത് ഹോട്ടലിൻ്റെ കടമയാണെങ്കിലും കൊണ്ടെത്തിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു കടമയാണല്ലോ. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ വെച്ചുകൊണ്ട് ചെല്ലുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഇതിൽ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഇത്രയും ദിവസം കഴിയുമ്പോൾ ഒന്ന് ക്യാമറേൻ്റെ ക്ലാരിറ്റിയും, രണ്ട് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു സൗണ്ട്, അതുപോലെ അതിൻ്റെ സ്മൂത്ത്നെസ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രധാനമായിട്ടും ഇതിൻ്റെ രണ്ട് ദിശയിലും കണ്ടോ, ഈ ക്യാമറ ഓസ്മോ ആക്ഷൻ 5ൻ്റെ ഒരു ക്ലാരിറ്റി തന്നെ നമുക്കിവിടെ ശരിക്കും കാണാം. അതോടൊപ്പം വണ്ടി എന്ന് പറയുന്നത് ഞാൻ ഏകദേശം സർവീസ് ചെയ്യാൻ ഫസ്റ്റത്തെ സർവീസിന് സമയമായിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി സർവീസ് ചെയ്യാനുള്ള ഇതുകൊണ്ട് ഞാൻ ഡെയിലി സൈഡായിട്ടുള്ള വർക്കിന് പോകുന്നതിന് വേണ്ടി എല്ലാ ദിവസവും കൊണ്ടുപോകലാണ് പരിപാടി. എല്ലാ ദിവസവും ഓരോരോ പുതിയ അനുഭവങ്ങൾ ഈ ഏതർ ഇലക്ട്രിക് വണ്ടിയിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. പലർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ എന്തായാലും സർവീസ് സെൻറ്ററിൽ പോയിട്ട് അന്നത്തെ സർവീസ് ദിവസം ഒരുപാട് അനുഭവം ഉണ്ടാവുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്യണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സമയം കിട്ടുമോ എന്നുള്ളത് മാത്രമേ ഒരു പ്രധാനമായിട്ടുള്ളൂ പ്രശ്നമായിട്ട് തോന്നുള്ളൂ. ബാക്കി പിന്നെ ഇത് നമ്മളിപ്പോൾ പഴുവിലാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ പിന്നെ ഈ മൊത്തത്തിലുള്ള വണ്ടീൻ്റെ സ്മൂത്ത്നെസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറയുന്നത് ജസ്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമുക്ക് ഈ ടോർക്കൊക്കെ ഉണ്ടല്ലോ ഇലക്ട്രിക് വണ്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പണ്ടത്തെ ഇലക്ട്രിക് വണ്ടി ആദ്യം ഇറങ്ങിയിരുന്ന ഇലക്ട്രിക് വണ്ടിക്കൊക്കെ നമുക്കതറിയാം, പെട്ടെന്ന് ചാടുന്ന ആൾക്കാർ പറഞ്ഞു കേൾക്കാം. എന്നാൽ ഈ ഇലക്ട്രിക് വണ്ടി അങ്ങനെ ചാട്ടില്ല, പക്ഷേ നമ്മൾ ഈ റേസിങ് വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും കിട്ടും. ഇതിൻ്റെ ഒരൊറ്റ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പീഡ് കൂട്ടി ഓടിച്ചാൽ നമുക്ക് റേഞ്ച് കിട്ടില്ല. പെട്രോൾ വണ്ടിക്ക് നമുക്കറിയാൻ പറ്റില്ല. പെട്രോൾ വണ്ടിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എത്ര ലിറ്റർ കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ സ്പീഡിൽ ഓടിക്കുമ്പോൾ നമ്മൾ എത്ര പെട്രോൾ കുറഞ്ഞു എന്നൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. പക്ഷേ ഇലക്ട്രിക് വണ്ടിയിൽ അത് വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും കേട്ടോ. അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് കറക്റ്റ് പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ് കുറയാനാണ്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചേക്കുക, അങ്ങനത്തെ കൊടുത്ത് ആ ഫോണ് പെട്ടെന്ന് നമ്മളെടുത്ത് GPS എടുത്തൊക്കെ ഓണാക്കി മാപ്പൊക്കെ നോക്കി ഒരു വീഡിയോ കണ്ട് ഒരു വലിയ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്ത്, അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല ഹൈ ഗെയിം എടുത്ത് കളിച്ചു കഴിഞ്ഞാലുള്ള പെട്ടെന്നുള്ളൊരവസ്ഥ, വണ്ടി പിന്നെ മൊബൈൽ ചൂടാവുകയും പെട്ടെന്ന് ചാർജ് ഇറങ്ങിയിട്ട് ഡ്രോപ്പ് ആവുന്നതാണ്. ഇതേ എഫക്റ്റ് നമുക്ക് ഈ വണ്ടിയിൽ ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. അധികം എന്നെ കണ്ട ആൾക്കാർ മുഴുവൻ എന്നോട് പറഞ്ഞത്, ഈ വണ്ടി നമുക്ക്
ടോപ്പ് സ്പീഡിലിട്ടിട്ട് ഒരു 30-40 ഇടയിൽ പോയി കഴിഞ്ഞാൽ 150-160 അവർ പറയുന്ന റേഞ്ചിൻ്റെ ഒരു 10 കിലോമീറ്റർ കുറവെങ്കിലും കിട്ടുന്നതാണ്. 160 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത് കേട്ടോ. പക്ഷേ അത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് അവർ 160 അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നുണ്ടെങ്കിൽ കമ്പനി നമ്മളോട് ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ പറയാം 130 നമ്മുടെ ഈ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ 130 റേഞ്ചിലാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ നമ്മൾ എടുക്കുന്ന ആ സ്പീഡിനനുസരിച്ചാണ് നമുക്ക് ഈ 150-160 കിലോമീറ്ററിൽ നമുക്ക് എത്താൻ സാധിക്കുക. പ്രത്യേകിച്ച് വളവും തിരിവും ബ്രേക്കും അതുപോലെ ഹമ്പും ഗട്ടറൊക്കെ വരുമ്പോൾ ആ കിലോമീറ്ററൊക്കെ അവിടെ നമുക്ക് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പെട്ടെന്നാണ് എൻ്റെ ഫോണിൻ്റെ ചാർജ് പറയാം, അതിൻ്റെ മാപ്പും കാര്യങ്ങളും ശബ്ദം ഉണ്ടാക്കിയത്. അപ്പോഴാണ് അത് നോക്കേണ്ടി വന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങളായിട്ട് ഇന്ന് കാണാം. ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് വന്നത്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അന്ന് വരെ ബൈ ബൈ.